പ്രസിഡന്റ് രാജ്യനേതാവ് പറയുന്നതാണ് അവർക്ക് സ്റ്റാഫിനും സെക്രട്ടറിക്കും പ്രസിഡന്റിനൊക്കെ. പ്രസിഡന്റിനെ കുറിച്ചും അതുപോലെ പ്രിയപ്പെട്ട സെക്രട്ടറിനെ കുറിച്ചും ഒക്കെയാണ്. കാരണം അവരാണ് അവരെ കൂടെയുള്ള ഡയറക്ടർമാരാണ്, സ്റ്റാഫാണ്. ഇനി മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ ജീവനാടികൾ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാറുണ്ട് നമ്മുടെ അത്രയൊന്നും പുരോഗമനമോ വളർച്ചയോ ആ സ്ഥാപനത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പലയിടത്തും പല സൊസൈറ്റികളെ കുറിച്ച് നമുക്ക് അശുഭകരമായ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ഈ രംഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മനോവിഷമം ഉണ്ടാവുന്നതാണ്. 2-3 ദിവസം മുമ്പ് സംഭവിച്ച ഒരു ഡെപ്പോസിറ്റർക്ക് പിണഞ്ഞ ഒരു എന്താ പറയുക ദാരുണമായ സംഭവം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ദുഃഖകരമായ ഒരു വസ്തുതയാണ്. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് അടക്കമുള്ള ഡയറക്ടർമാരും സെക്രട്ടറി ഉൾപ്പെടുന്ന സ്റ്റാഫും കൂട്ടമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു സഹകാരിക്കും ഒരു നാട്ടുകാരനും ഈ സൊസൈറ്റിയെ കുറിച്ച് അങ്ങനെ ഒരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക മോശകരമായ ഒരു പ്രവർത്തനത്തിന്റെ അഭിപ്രായം കേൾക്കാൻ ഇടവരില്ല എന്ന് ഞങ്ങളുടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്റെ കർത്തവ്യത്തിലേക്ക് ഞങ്ങൾ ഈ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ പി കെ രാജൻ അവர்களാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡയറക്ടർ ബോർഡിലെ രംഗമായ സുഹൃത്ത് ശ്രീ രാജശേഖരനാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റു 2 ഡയറക്ടർമാരായ സുനിൽ സുശ്രീ ഉഷേച്ചി അവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ അതായത് നമ്മുടെ സൊസൈറ്റിയുടെ ജീവനാടിയായ എവിടെ ചെന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ. സെക്രട്ടറി ശ്രീമതി പ്രഭിത അവர்களுം ബ്രാഞ്ച് മാനേജരായ
ശ്രീമതി ഭിക്ഷ അവരുടെയും മറ്റു സ്റ്റാഫ് അംഗങ്ങളെയും ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. അംഗങ്ങളെയും ഞാൻ ഈ വാട്സപ്പ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലെല്ലാം ഉപരി ഈ സംഘത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ഞങ്ങളോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനിയായ സഹോദരികളെ, നിങ്ങളെ ഓരോരുത്തരെയും ഈ വാർഷിക യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ജയിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായ ഞാൻ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാജനോട് ക്ഷണിച്ചു. കമ്മിറ്റി വാസുദേവന്മാരുടെയും അതുപോലെ ചരിത്രത്തിലുള്ള പ്രമുഖ വ്യക്തികൾ, നിരവധി വ്യക്തിത്വങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിലെ ദുരന്തം, ചൂരന്മല ദുരന്തം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ ധാരാളം ബന്ധപ്പെട്ടിരിക്കാനായിട്ടുണ്ട്. അവരുടെയൊക്കെ ചരമത്തിൽ നമ്മൾ ബാധിക്കുന്നു. സംസ്കൃതി അൽഫോൻസ ജോർജ്, ഉഷാദേവി, സുനിൽ സുരശ്രീ, പിന്നെ 2-3 ഡയറക്ടർമാരെ സാങ്കേതികങ്ങൾ എത്തിച്ചേരില്ല. പരമേശ്വരൻ അദ്ദേഹം സ്വന്തക്കാരൊക്കെയാണ്. കൊമന്റ് ഫ്രാൻസിന്റെ കുട്ടിയുടെ മാമോദിസയാണ്. അതുപോലെ മറ്റു 2 ഡയറക്ടർമാരും സാങ്കേതികങ്ങൾ സ്ഥലത്തില്ല, എത്തിച്ചേരാൻ അറിയിച്ചിട്ടുണ്ട്. സംഘം സെക്രട്ടറി പ്രമിത സുരേഷ്, ബ്രാഞ്ച് സെക്രട്ടറി ഭിക്ഷ. ഏകദേശം 19 വർഷത്തോളം പൂർത്തീകരിച്ച് 20-ാം വയസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. 4800 അംഗങ്ങൾ ഈ സംഘത്തിലുണ്ട്. 4 പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാവറട്ടിയും മുല്ലശ്ശേരിയും എളവള്ളിയും വെങ്കിടത്തുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘത്തിന്റെ പ്രവർത്തനം വരികയും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ധാരാളം ഇടപെടലുകൾ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ലോൺ കിട്ടാൻ ശുപാർശ, ലോൺ കിട്ടാൻ വേണ്ടി എല്ലാവരും ശുപാർശകളും എടുത്ത് ലോൺ തിരിച്ചടക്കുന്ന കാര്യത്തിൽ നിർബന്ധം കാണിക്കുന്നു. അങ്ങനെ ഒരു ബന്ധിയും ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കൾ പോലും നമ്മൾ മാനസികമായിട്ട് അറിയേണ്ട സ്ഥിതി വരുന്നു. ആ സ്ഥിതി മാറ്റിയെടുക്കാൻ ആവശ്യമായ ഒരു സ്ഥിരമായിട്ടുള്ള സംവിധാനം നമുക്ക് ആവശ്യമാണ്. ലോൺ എടുത്താൽ അടയ്ക്കാൻ ആവശ്യമായുള്ള ഒരു നടപടിക്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തും ഉണ്ടാകണം. അല്ലെങ്കിൽ സഹസ്ഥാപനങ്ങളുടെ കുടിശ്ശിക സ്ഥാപനമായിട്ട് മാറും. പലരും കുത്തുവാളെടുത്ത് അടച്ചുകൂട്ടി പോകേണ്ട സ്ഥിതി വരും. പക്ഷേ നമ്മളൊന്നും ആ രീതിയിലേക്ക് പോകുന്നില്ല. നമ്മുടെ സെക്രട്ടറിയും അതുപോലെ ഭരണസമിതിയും എല്ലാവരും പോലീസിന്റെ സഹായത്തോടുകൂടി, സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി എല്ലാ വീടുകളിലും ആദ്യഘട്ടങ്ങളിലും 2-3 ഘട്ടങ്ങളിൽ പോയി നോട്ടീസ് കൊടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം മാത്രമാണ് ഡിപ്പാർട്ട്മെന്റ് സർക്കാർ പറയുന്ന രീതിയിൽ ലേല നടപടികൾ സ്വീകരിക്കാൻ മുന്നോട്ട് പോകുന്നത്. സംഘം പ്രസിഡന്റും സംഘം ഭരണസമിതി അംഗങ്ങളും അംഗവും വളരെ വിശദമായി പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് വളർന്നു വന്ന സ്ഥാപനമാണ് നമ്മുടെ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘം. നിക്ഷേപ സമാഹരണമായാലും MDS ആരംഭിക്കുന്ന സമയമായാലും നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഞങ്ങൾക്ക് നൽകിയതുകൊണ്ടാണ് സ്ഥാപനം ഈ ചെറിയ കാലങ്ങളിൽ തന്നെ ഇത്രയും വലിയ ഒരു വളർച്ചയിലേക്ക് വളർച്ച വരുത്തുന്നതിനും ചാവക്കാട് താലൂക്കിലെ മിഷനറി സംഘങ്ങളുടെ ഒരു മാതൃകാ സംഘമായി പ്രവർത്തിക്കുന്നതിന് സാധിച്ചത്. അതിലൊന്നും ഞങ്ങൾ എല്ലാവരോടും കടപ്പെട്ടിരിക്കും. ഭാവിയിലും നിങ്ങളുടെ കൂടാതെ ഭാവിയിൽ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സഹകരണവും ഞങ്ങൾക്ക് എല്ലാവർക്കും സഹകരണവും നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. 2023-24 പ്രവർത്തന റിപ്പോർട്ട് പൊതുയോഗത്തിന്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കേണ്ടതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവർത്തന റിപ്പോർട്ട് മുത്തൂർ ആസ്ഥാനമാക്കി TPR ബിൽഡിംഗിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘം ഡിവിഷൻ മെമ്പർ R. പമ്മന്റെ മുന്നിലാണ് എളവള്ളി പഞ്ചായത്ത്, മുല്ലശ്ശേരി പാവട്ടി, എളവള്ളി എന്നീ 4 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട് 2005 മെയ് മാസം 14-ാം തീയതി പ്രവർത്തനം ആരംഭിച്ചു. 5 സെന്റ് ഭൂമി 35 ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങുകയും 22/5/2018 445/2018 KDS ഉത്തരവ് പ്രകാരം 50 ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടം പണിയുകയും 2020 ഫെബ്രുവരി മാസം 8-ാം തീയതി കേരള മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ ഈ ആസ്ഥാന മന്ദിരത്തിന്റെ
നിക്ഷേപവും 9.98 കോടി രൂപ വായ്പാക്കി നിൽക്കുന്നുണ്ട്. കൂടാതെ 35.75 ലക്ഷം സ്ഥലമുള്ള 34 പ്രതിമാസ നിക്ഷേപങ്ങൾ സംഘം നടത്തി വരുന്നു. പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംഘത്തിന്റെ കീഴിൽ നീതി മെഡിക്കൽ സ്റ്റോർ, നീതി മെഡിക്കൽ ലാബ്, നീതി ഫോട്ടോസ്റ്റാറ്റ് എന്നിവ ആരംഭിച്ചു. നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചതിലൂടെ ന്യായമായ വിലയ്ക്ക് ആവശ്യമായ മരുന്നുകൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനും സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളുടെ ചൂഷണത്തിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിനും സാധിച്ചു. നീതി മെഡിക്കൽ സ്റ്റോർ ലാബിലൂടെ ചുരുങ്ങിയ ചിലവിൽ പരിശോധനകൾ നടത്തുന്നതിനും അമിത ചാർജ് ഈടാക്കി പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സ്വകാര്യ ലാബുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും സാധിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും കുറഞ്ഞ ചെലവിൽ നീതി ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിന് നീതി ഫോട്ടോസ്റ്റാറ്റ് സംഘത്തിന്റെ കീഴിൽ സംഘം വീട്ടിൽ പ്രവർത്തിച്ചു വരുന്നു. സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നതിനും സംഘ സേവനങ്ങൾ പ്രവർത്തന പരിധിയിലെ മുഴുവൻ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തൃശൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ അവരുടെ 16/3/2023 തീയതിയിലെ JIGPSR 458/2021 പ്രകാരം സംഘം പ്രവർത്തന പരിധിയായ വെങ്കുളം ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടൂർ വില്ലേജിൽ പാടൂർ ഡിസ്ട്രിക്ട് സർവേ നമ്പർ 36/8 ഉൾപ്പെടുന്ന വാർഡിൽ സ്ഥിതി ചെയ്യുന്ന രാമസ് കോംപ്ലക്സിലെ 17/36 നമ്പറുകളിലുള്ള 220 സ്ക്വയർ ഫീറ്റ് വീതം വിസ്തൃതിയുള്ള മുറികളിൽ സംഘത്തിന്റെ ശാഖ ആരംഭിക്കുന്ന അനുമതി ലഭിച്ചിട്ടുള്ളതാണ്. മേൽ നമ്പർ ഉത്തരവ് പ്രകാരം 26/9/2023 തീയതി ബഹുമാനപ്പെട്ട VM സുധീരൻ മുൻ നിയമസഭാ സ്പീക്കർ സംഘം ശാഖയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രവർത്തന പരിധിയിലെ കച്ചവടക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രതിദിന കളക്ഷൻ ഏജന്റുമാരുടെ സേവനം ഏർപ്പെടുത്തിക്കൊണ്ട് ചെറിയ തുകകൾ പിരിച്ചെടുത്ത് അവരിൽ സമ്പാദ്യശീലം നടത്തുകയും കച്ചവട പുരോഗതിക്കായി കച്ചവട വായ്പകൾ നൽകുകയും ചെയ്തു വരുന്നു. സംഘങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ, വിവാഹം, ചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം, സേവനം, ഭവന നിർമ്മാണം എന്നിവയ്ക്കായി പണം ആവശ്യമായി വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധാരണ വായ്പ, ഭൂപണയ വായ്പ, സ്വർണ്ണപ്പണയ വായ്പ എന്നീ വായ്പാ പദ്ധതികൾ സംഘം നടത്തി വരുന്നു. സ്വയം സഹായ സംഘങ്ങളുടെ ഉന്നമനത്തിനും അവരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങൾക്ക് വായ്പ നൽകി വരുന്നു. വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനും അവർക്ക് തനതായ ബിസിനസ് ചെയ്യുന്നതിനും കൈമിഷൻ വായ്പാ പദ്ധതിയുടെ കൈമിഷൻ വിതരണം ചെയ്യുന്നു. പൊതുജനങ്ങൾക്കും അംഗങ്ങൾക്കും പ്രയോജനകരമാകുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധത ഉറപ്പുവരുത്തിയും സംഘം പരീക്ഷകളിൽ നേടിയ സംഘം അംഗങ്ങളുടെ മക്കൾക്കുള്ള അവാർഡ് ദാന ചടങ്ങാണ്. അതിന് സംഘ പ്രസിഡന്റിനെ ഫുൾ എ പ്ലസ്. സംഘം ജീവനക്കാരൻ സജീവൻ എംബസിന്റെയും സംഘാംഗം റെയിൽവേയുടെയും മകൻ യുവൻ ഫുൾ എ പ്ലസ്, SLC ഫുൾ എ പ്ലസ്. അടുത്തതായി സംഘാംഗം പ്രമീള ജയകുമാറിന്റെ മകൻ അടുത്ത +2 ഫുൾ എ പ്ലസ് നേടിയത് മൂക്കോല സംഘം അംഗം മൂക്കോല ശ്രീജിക്ക് മകൾ ശ്രീദേവി. പ്രതിമാസ നിക്ഷേപങ്ങൾ പദ്ധതികൾ നടത്തുക. കഴിഞ്ഞ ഭേദഗതി 5.8 കൂട്ടിച്ചേർക്കുന്നത് അംഗങ്ങളുടെ ധനസമ്പാദനത്തിന് രജിസ്ട്രാറുടെ അംഗീകാരത്തോടെ ചിട്ടികൾ, പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ, പ്രതിമാസ സമ്പാദ്യ പദ്ധതികൾ നടത്തുക. ഭേദഗതിക്കുള്ള കാരണം സഹകരണ സംഘ രജിസ്ട്രാറുടെ 19/2024 നമ്പർ സർക്കുലറിന് വിധേയമായി. 2. ബൈലോ ഭേദഗതി 5/27 നിലവിലില്ല. ബൈലോ ഭേദഗതി 5/27 കൂട്ടിച്ചേർക്കുന്നത് സംഘത്തിന്റെ കീഴിൽ നീതി റെസ്റ്റോറന്റ് ആരംഭിക്കുക. ഭേദഗതിക്കുള്ള കാരണം സംഘം അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഇഷ്ടാനുസരണം വിവിധ തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ന്യായവിലയ്ക്ക് വിതരണം ചെയ്യുന്നതിനും സേവനം ചെയ്യുന്നതിനും. 3. ബൈലോ ഭേദഗതി 5/28 നിലവിലില്ല.
ബൈലോ ഭേദഗതി 578 കൂട്ടിച്ചേർക്കുന്ന സംഘത്തിന്റെ കീഴിൽ നീതി ജിംനേഷ്യം, നീതി യോഗ സെന്റർ ആരംഭിക്കുക. ഭേദഗതിക്കുള്ള കാരണം സംഘാംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വേണ്ടി. 4. ബൈലോ ഭേദഗതി 529 നിലവിലില്ല. ബൈലോ ഭേദഗതി 529 കൂട്ടിച്ചേർക്കുന്നത് സംഘത്തിന്റെ കീഴിൽ ഡേ കെയർ, വൃദ്ധസദനം എന്നിവ ആരംഭിക്കുക. ഭേദഗതിക്കുള്ള കാരണം ജോലിയിലുള്ള അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും മക്കൾക്കും മാതാപിതാക്കൾക്കും സംരക്ഷണം ഉറപ്പാക്കുന്നതിനും അവരുടെ മാനസിക ഉല്ലാസത്തിനും വേണ്ടി. ഇത്രയാണ് ബൈലോ ഭേദഗതി നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വന്ന എല്ലാവരും മറ്റേ ചായ കഴിക്കണം, മറ്റേ കലണ്ടർ നമ്മൾ ഇയാൾക്ക് ഉണ്ടാക്കാൻ കൊണ്ടുപോകണം. നമ്മൾ യോഗം അവസാനിപ്പിക്കുകയാണ്. അവിടെ ചോദ്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ആർക്കും ചോദിക്കാവുന്നതാണ്. ഞാൻ മറുപടി തരുന്നതാണ്. മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ്. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഭരണസമിതി അംഗം സുനിൽ സൂക്ഷിച്ച് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അനുസ്മരണ ചടങ്ങിലും പൊതുയോഗത്തിലും പങ്കെടുത്ത നമ്മുടെ യോഗാധ്യക്ഷൻ ശ്രീ പി കെ രാജേട്ടൻ, ബോർഡ് മെമ്പറായ ലാൽസേട്ടൻ, ഷംസുക്ക, ഉഷാദേവി, അൽഫോൺസ് ചേച്ചി, തുടർന്ന് എം കെ രാജേട്ടനും, പിന്നെ എല്ലാമായ സെക്രട്ടറി, പിന്നെ ബ്രാഞ്ച് മാനേജർ വിഷ, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹകാരികൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നും ഈ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേശീയഗാനം.